കുറച്ച് ദിവസമായിട്ട് ആ നിൽക്കുന്നവനോട് 4 വർത്താനം പറയാൻ ഞാൻ കാത്തിരിക്കായിരുന്നു. സ്വന്തം വീട് കഴിഞ്ഞ അയാളുടെ ചേക്ക ഈ പഞ്ചരത്നമാണല്ലോ. അതുകൊണ്ടാ നേരെ ഇങ്ങോട്ട് പോന്നത്. എന്തായാലും ശരി, കാമുകയെ ഒരുമിച്ച് കിട്ടിയല്ലോ, സന്തോഷം. കല്യാണ നിശ്ചയ സമയത്തെ താൻ എന്റെ വിരലിലിട്ട മോതിരം ഇത്. ഇനിയും ഞാനിത് അണിഞ്ഞുകൊണ്ട് നടന്ന മരിച്ചുപോയ എന്റെ അച്ഛന്റെ ആത്മാവിനോട് പൊറുക്കില്ല. കൊണ്ടുപോയി പുഴുങ്ങി തിന്നു തന്റെ കല്യാണ മോതിരം. കഴിഞ്ഞോടി നിന്റെ ചവിട്ട് നാടകം. കഴിഞ്ഞെങ്കിൽ വേഗം സ്ഥലം വിട്. അല്ലെങ്കിൽ ഈ മോതിരം ഇയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോവാൻ തന്നെയേ ദിവ്യപ്രഭ വന്നത്. അതേ ആ നിൽക്കുന്ന അവളുടെ കൂടി മുന്നിൽ വെച്ചായിരിക്കണമെന്നുണ്ടായിരുന്നു. അത് സാധിച്ചു. ഞാനും നിങ്ങളും തമ്മിലുള്ള സകല ബന്ധവും ഇവിടെ ഈ നിമിഷം അവസാനിച്ചു. പക്ഷേ നിങ്ങളോടുള്ള എന്റെ ആജന്മ ശത്രുത ഇവിടെ തുടങ്ങുക. വെറുതെ വിടില്ല ഞാൻ രണ്ടിനെയും. സോറി, ഞാൻ കാരണം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനൊരു സീൻ ഉണ്ടായതില്ല. ഐ എം റിയലി സോറി. ഇതിപ്പോ കല്യാണ മാർക്കറ്റിലെ ഏറ്റവും ഡിമാൻഡുള്ള ചെറുക്കനായിരുന്നു നമ്മുടെ സുമേഷ്. ഗൾഫുകാരൻ, പോരാത്തതിന് നിങ്ങളെപ്പോലെ തരക്കേടില്ലാത്ത ഒരു കുടുംബ പശ്ചാത്തലവും. 100 പവനും ഒരു 50 ലക്ഷം രൂപ പോക്കറ്റ് മണിയും. തരക്കേടില്ലാത്ത ഒരു കാറ് സ്ത്രീധനമായിട്ട് കിട്ടുമായിരുന്നു. പക്ഷെ ഇതിപ്പോ എല്ലാം ചളമായില്ലേ? എന്ത് ചളവായെന്ന്? നിശ്ചയിച്ചുറപ്പിച്ച സുമേഷിന്റെ വിവാഹം മണ്ഡപത്തിൽ വെച്ചൊന്നും മുടങ്ങി. അവൻ അവളുടെ കഴുത്തില് താലി പോലും കെട്ടിയിട്ടില്ല. എന്റെ പൊന്നി ചേച്ചി, മണ്ഡപത്തിൽ വെച്ച് മുടങ്ങിയാലും താലി കെട്ടുന്നതിന് മുമ്പ് മുടങ്ങിയാലും കെട്ടി 2 മാസം കൂടെ പൊറപ്പിച്ചിട്ട് കഴിഞ്ഞാലും പിന്നെ നടക്കുന്ന 2ാം കെട്ട് തന്നെയാ. ഒരു 2ാം കെട്ടുകാരന് വിവാഹ മാർക്കറ്റിൽ എന്നും ഡിമാൻഡ് കുറവാ. എന്ത് ചെയ്യാ എൽദോ, എന്റെ ചെറുക്കന്റെ ഭാഗ്യക്കേടെന്ന് പറഞ്ഞാ മതിയല്ലോ. അവന്റെ അച്ഛനായിട്ട് കൊണ്ടുവന്ന ആലോചനയാ. മോൻ മുറപ്പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണോന്ന് അങ്ങേർക്കായിരുന്നു നിർബന്ധം. സ്വന്തം മക്കളെ മുടിപ്പിക്കാൻ നടക്കുന്ന ഒരു തന്ത. എന്റെ പൊന്നോ, ഒന്ന് പതുക്കെ പറ, അങ്ങേര് കേക്കും. കേട്ടാലെന്താ? ഞാൻ ഇല്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. വാട്ട് ഈസ് നെക്സ്റ്റ്? അതാണ് നമ്മൾ ഇനി ചിന്തിക്കാനുള്ളത്. ഈ അടുത്ത പ്രദേശങ്ങളൊക്കെ വിട്ട് കുറച്ച് ദൂരെ നിന്നുള്ള ആലോചന വല്ലതും ആയാലോ? അതാവുമ്പോ അവർക്ക് കല്യാണം മുടങ്ങിയതും മറ്റും അറിയാൻ പറ്റില്ലല്ലോ. എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത്? വെറുതെ ഗൂഗിളിലൊന്ന് പോയി സുമേഷ് വെഡിങ് ക്യാൻസലേഷൻ അറ്റ് മണ്ഡപം എന്ന് അടിച്ചു നോക്കിയാ മണ്ഡപത്തിൽ വെച്ച് നിങ്ങളുടെ മോന്റെ കല്യാണം മുടങ്ങുന്നതിന്റെ വീഡിയോ വരെ കിട്ടും. ആണോ? ആ, പഴയ കാലമൊന്നുമല്ല ഇത്. അങ്ങനെയൊന്നും ആരെയും പറ്റിക്കാനും പറ്റില്ല. എൽദോ നേരത്തെ പറഞ്ഞതുപോലെ
100 പവനും 50 ലക്ഷവും ഒരു കാറും കിട്ടുന്ന ഏർപ്പാടുണ്ടല്ലോ. അതുപോലെ സാമ്പത്തികമുള്ള ഒരു പെണ്ണിനെ എന്റെ സുമേഷിന് സെറ്റാക്കി തന്ന എൽദോയ്ക്ക് ഞാൻ 2 ലക്ഷം രൂപ കമ്മീഷനായി തരും. അതെയോ? പക്ഷെ അതുപോലൊരു പെണ്ണിനെ ഈ 2ാം കെട്ടുകാരന് വേണ്ടി ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കും ചേച്ചി? അതൊക്കെ എൽദോ വിചാരിച്ച നടക്കും. അല്ലെങ്കിൽ പിന്നെ ഒരു വഴിയുണ്ട്. എന്തു വഴി? നിങ്ങളുടെ മോനെ പോലെ തട്ടുകേട് പറ്റി കെട്ടി നടക്കാതെ വീട്ടിലിരിക്കുന്ന നല്ല കാശുകാരി പെമ്പിള്ളയുടെ ആലോചന വല്ലതും വന്നാ അതിനെ നമുക്ക് ചേരും വഴി ചേർക്കാം. ഒന്ന് പെറ്റതിനെയും കെട്ടി കൂടെ പുറത്ത് ഒഴിഞ്ഞവളെയൊന്നും എന്റെ മോന് വേണ്ട. നിങ്ങൾ തന്നെ ഇത് രണ്ടും കൂടി പറയാതെ ചേച്ചി. നമ്മുടെ ഭാഗത്തെ ഡാമേജ് നമ്മൾ അംഗീകരിക്കട്ടെ. ഇതെന്റെ ഒരു വാശിയായല്ലോ. ആ അമൃതയുടെ കല്യാണം നടക്കുന്നതിന് മുൻപ് എന്റെ ചെറുക്കന്റെ കെട്ട് നടക്കണം. അതും കണ്ട ആപ്പ ഊപ്പയായിട്ടൊന്നും അല്ല, ഏതെങ്കിലും പണക്കാരി പെണ്ണുമായിട്ട് തന്നെ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. എന്തായാലും ചേച്ചി ക്ഷമയോടെ കാത്തിരിക്കും. മുതലേ ഞാൻ ശ്രദ്ധിക്കുക. എന്താ ഏട്ടന് പറ്റിയത്? എന്തോ കാര്യമായ സങ്കടം ഉണ്ടല്ലോ. എന്താന്ന് പറയേട്ടാ. ഞാനിന്ന് പഞ്ചരത്നത്തിൽ പോയിരുന്നു. എന്നിട്ട് എല്ലാരും ഉണ്ടല്ലോ. ഞാൻ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞതുകൊണ്ട് നിങ്ങളുടെ കാമുകിയെ കാണാൻ വരാൻ ഇപ്പൊ നിങ്ങൾക്ക് സൗകര്യമായല്ലോ. പഞ്ചരത്നത്തിലെ എല്ലാവരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടുപോയി. ഏട്ടൻ അവിടെ പോകുന്നതും അവരോട് സഹകരിക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. അവിടെ ഉള്ളവരാരും ടെററിസ്റ്റുകളൊന്നുമല്ല, സാധാ മനുഷ്യരാ. അതെനിക്കറിയാം. എന്നാലും നീ എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ടല്ലോ അച്ചു. എന്താ കാര്യം പറ. അത് പിന്നെ ആ കലാവതിയും മഹേന്ദ്രനും ഏട്ടന്റെ കല്യാണത്തിന് മുൻപ് ഒരിക്കൽ ഇവിടെ വന്നിരുന്നു. അമ്മയെയും എന്നെയും ഏട്ടന്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇതെന്താ നീ നേരത്തെ എന്നോട് പറയാറുന്നത്? ഏട്ടന്റെ എടുത്തുചാട്ടം കാരണം അതൊന്നും പറയാത്ത. പിന്നെ ഏട്ടനെ ഇതൊന്നും അറിയിക്കരുതെന്ന് അമ്മ പറഞ്ഞിരുന്നു. അവര് കാണിച്ച ഓലപ്പാമ്പ് കണ്ട് അമ്മയും നീയോ അല്ലാതെ വേറെ ആരെങ്കിലും പേടിക്കോ? എന്നാലും ഏട്ട സൂക്ഷിക്കണം. അവരൊന്നും അത്ര നല്ലവരല്ല. ജയിക്കാൻ വേണ്ടി എന്ത് നെറികേടും കാണിക്കും. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പഞ്ചരത്നത്തിൽ പോവും. അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ സഹായിക്കുകയും ചെയ്യും. എന്നെ ആരും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഏട്ടൻ ആ പറഞ്ഞത് ശരിയാ. അല്ലെങ്കിൽ കലാവതിയും മഹേന്ദ്രനും ഏട്ടനില്ലാത്ത നേരം നോക്കി ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തില്ലല്ലോ. സത്യത്തിൽ ഏട്ടൻ അമൃതേച്ചിയെ കല്യാണം കഴിക്കുമെന്ന് പേടി അവർക്ക്. ഏട്ടന് വിധിച്ചതാണെങ്കിൽ അതങ്ങനെ തന്നെ നടക്കും. അമൃതേച്ചി ഈ വീട്ടിലെ മരുമകളായി വരും. ഒരു സംശയവും വേണ്ട. ഹോ, എന്തൊരു പെണ്ണാത്! അഭിമന്യുവിനെ പോലെ ഒരാളെ പരസ്യമായിട്ട് ആക്ഷേപിക്കാന്ന് പറഞ്ഞ? സത്യത്തിൽ അഭിയേട്ടനെ മാത്രമല്ലല്ലോ, അമൃതേച്ചി ഇവിടെ ആക്ഷേപിച്ചിട്ടല്ലേ അവളിവിടുന്ന് പോയത്. സത്യം പറഞ്ഞ നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് ഇത്രയും അഹങ്കാരം കാണിച്ചിട്ട് പോയ അവളെ ഓട്ടി കൊടുത്ത് വിടേണ്ടതായിരുന്നു. അവളുടെ സംസ്കാരം അല്ലല്ലോ നമ്മുടേത്. അവരത്രയൊക്കെ പറഞ്ഞിട്ടും അഭിയേട്ടൻ തിരിച്ചൊരക്ഷരം പോലും പറഞ്ഞില്ലല്ലോ. അതാ ഒരു ആണിന്റെ അന്തസ്. അവന് വേണമെങ്കിലേ
എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയാമായിരുന്നില്ലേ? അവനൊന്നും പറഞ്ഞില്ലല്ലോ. സത്യത്തിൽ ദിവ്യപ്രഭയുമായിട്ടുള്ള കല്യാണം മുടങ്ങിയത് കാരണം അഭിമന്യു ജീവിതത്തിൽ രക്ഷപ്പെടുകയാ ചെയ്തത്. ഓ, അല്ലെങ്കിൽ അവളെ പോലൊരു പെണ്ണിനെ ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടി വന്നേനെ ആ പാവത്തിന്. അയ്യോ, അതിനെങ്ങാനും കെട്ടി പൊറിപ്പിക്കേണ്ടി വന്നിരുന്നേല് മനസമാധാനം എന്നുള്ളത് ആ ചെറുക്കന് ജീവിതത്തിൽ കിട്ടത്തില്ല. അല്ല അഖിലേ, അവള് നമ്മുടെ അമൃതയും അഭിമന്യുവിനെയും ചേർത്ത് എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ടായിരുന്നല്ലോ. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അഭിയേട്ടന് അമൃതേച്ചി ഇഷ്ടമായിരുന്നു. പക്ഷേ ചേച്ചിയുടെ മനസ്സില് സുമേഷ് ചേട്ടനായിരുന്നു. സുമേഷിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇപ്പോഴെങ്കിലും അമൃതയ്ക്ക് മനസ്സിലായി കാണുമല്ലോ. സുമേഷ് ഏട്ടന്റെ കല്യാണം പറഞ്ഞു ഉറപ്പിച്ചു വെച്ചതുകൊണ്ടാ അഭിയേട്ടന്റെ ആ പ്രപ്പോസല് നടക്കാതിരുന്നത്. എല്ലാ അർത്ഥത്തിലും ചേരേണ്ട രണ്ടാളുകളായിരുന്നു അമൃതയും അഭിയും. ആ, ഇനിയും വൈകിട്ടില്ലല്ലോ ഒപ്പിച്ചേ. ഇനി അവർക്ക് ഒന്നിക്കാവുന്നതല്ലേ ഉള്ളൂ. അയ്യോ, അമൃത വരുന്നു. അല്ല, നിങ്ങളിങ്ങനെ കഥ പറയാൻ നിൽക്കാതെ പോയി ഭക്ഷണം വിളമ്പി കഴിക്കാൻ നോക്ക്. വാ വാ വാ, എല്ലാരും നിങ്ങൾക്ക് വിശക്കെന്ന് പറഞ്ഞില്ലായിരുന്നോ? വാ വാ. ഹലോ. ഇന്നവിടുന്ന് പോയ ശേഷം വിളിക്കാൻ പറ്റിയില്ല. അഭിമന്യു നല്ല സങ്കടത്തിലാണെന്നറിയാം. എനിക്ക് വിഷമുണ്ടായെന്നുള്ള സത്യ. പക്ഷെ ഈ വിളി വന്നതോടുകൂടി വിഷമൊക്കെ മാറി. അതാ സത്യം. അമൃതയുടെ ഈ ഒരു വിളി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാലും അമൃത ഇന്ന് രാത്രി തന്നെ വിളിക്കുമെന്ന് കരുതിയില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? ചില കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും, പക്ഷെ അതങ്ങോട്ട് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയില്ല എന്ന് വെച്ച് ആരും പ്രതീക്ഷ കൈവിട്ട് ജീവിക്കുന്നില്ലല്ലോ. അതില്ല, പ്രതീക്ഷകളില്ലാത്ത ജീവിതം ഒരു ജീവിതമല്ലല്ലോ. ഒരിക്കലുമല്ല. അഭിമന്യു നല്ലത് പ്രതീക്ഷിക്കൂ. ദൈവം കൈവിടില്ല. താൻ വിളിച്ചത് സത്യത്തെ എനിക്ക് വലിയ സന്തോഷമായി. ഇന്ന് അവിടെ വച്ചിട്ട് ഞാൻ വല്ലാതെ ഇൻസൾട്ടഡായി. ഒരു പെൺകുട്ടി ഇങ്ങനെ പെരുമാറാൻ സംസാരിക്കുകയൊക്കെ ചെയ്താൽ നമ്മള് വല്ലാണ്ടായി പോവും. അതൊക്കെ വിട്ടേക്ക്. കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അഭിമന്യു സമാധാനത്തോടെ കിടന്നുറങ്ങ്. മറ്റൊന്നും ചിന്തിക്കണ്ട. ഈ നല്ല മനസ്സിന് ഒരുപാട് നന്ദി. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒരു നെല്ലിയുടെ വ്യത്യാസത്തിലാ ഞാൻ ആ അഭിമന്യുവിന്റെ കണ്ണു മുമ്പിന്ന് രക്ഷപ്പെട്ടത്. ഓ, അത് ഓർക്കുമ്പോ ഇപ്പോഴും എന്റെ ഉള്ളംകാലിന് ഒരു പെരുപ്പങ്ങ് കേറി വരും. അഭിമന്യു നിന്നെ കണ്ടില്ലാന്ന് ഉറപ്പല്ലേ? ഉറപ്പ്. കാണുന്നതിന് മുമ്പ് ഞാൻ കണ്ടം വഴി ഓടിയില്ലേ. സത്യത്തിൽ എന്താ നീയും അഭിമന്യുവും തമ്മിലുള്ള പ്രശ്നം? അത് പിന്നെ മടിക്കാതെ പറയണം. അപ്പൊ അതാണ് സംഭവം. തൊണ്ടി മുതലും ദൃസാക്ഷി. മോഷണ ശ്രമത്തിനിടയില് അഭിമന്യു നിന്നെ കൈയോടെ പിടികൂടി അല്ലേ? കൊള്ളാം. അല്ല, അതിപ്പോ നടന്നിട്ട് വർഷങ്ങളായില്ലേ? അതൊക്കെ അവൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടാവോ? ആര് മറന്നാലും അവനത് മറക്കാൻ സാധ്യതയില്ല മാഡം.
അതെന്താ അങ്ങനെ പറഞ്ഞത്? അതേ, ഞാൻ അവനെതിരെ ഒരു വ്യാജ പീഡന പരാതി കൊടുത്തിരുന്നു. ബെസ്റ്റ്. കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ സിദ്ലി? മനസ്സിലായി മാഡം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലേ നീ ഒരുപാട് സൂക്ഷിക്കേണ്ടി വരും. ഉറപ്പാ. അവൻ ആ അഭിമന്യു പണ്ടേ എന്റെ കണ്ണിലെ കരടാ. മാത്രവുമല്ല ഇടയ്ക്കിടയ്ക്ക് പഞ്ചരത്നത്തിലേക്ക് വരുത്തുപോക്കുള്ളവനുമാ. അങ്ങനെയാണെങ്കിലേ പഞ്ചരത്നത്തിലെ അഭിമന്യുവിന്റെ വരുത്തുപോക്ക് വെച്ച് നമുക്കൊരു അവിഹിതം അങ്ങ് കാച്ചിയാലോ? എങ്ങനെ? മനസ്സിലായില്ല. അല്ല, അതായത് മാഡം, പഞ്ചരത്നത്തിലെ 5 പെണ്ണുങ്ങളെയും അവനെയും ചേർത്ത് ഞാനൊരു അവിഹിതം അങ്ങ് പ്ലാൻ ചെയ്യട്ടേന്ന്. എന്ത് അവിഹിതം പ്ലാൻ ചെയ്താലും അതിന്ന് അമൃതയെ അങ്ങ് ഒഴിവാക്കിയേക്കണം. അതെന്താ മാഡം? അവളെ എന്റെ മഹേന്ദ്രനുള്ളതാ. ഓ ശരി മാഡം, അത് ഞാൻ സൂക്ഷിച്ചോളാം. എന്ത് ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചു ചെയ്യണം. ഓവറാക്കി കൊളമാക്കരുത്. ശരി മാഡം. പിന്നെ ഇന്ന് പഞ്ചരത്നത്തിൽ ഒരു പുകില് നടക്കും. എന്താ മാഡം? പെട്ടെന്ന് ചെന്നാ നിനക്കത് നേരിട്ട് കാണാം. അമൃതേച്ചി, ഒന്ന് വന്നേ. ഇതിപ്പോ എന്തിനുള്ള പുറപ്പാടാണോ എന്തോ? ആവശ്യമില്ലാത്ത വഴക്കുണ്ടാക്കാനാ പുറപ്പാടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല. ആരും ഒന്നും പറയാൻ നിൽക്കണ്ട. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഫുൾ കോറമാണല്ലോ, എല്ലാരും ഉണ്ടല്ലോ. ഇവിടെ ഇപ്പൊ പഞ്ചരത്നത്തിൽ ഊണ് സമയ, ആൾക്കാർ വന്നു തുടങ്ങും. വെറുതെ ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കരുത്. എന്തേലും പറയാനുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കാം. ഞാൻ ബഹളം വെക്കാനോ നിന്റെയൊക്കെ കച്ചവടം പൂട്ടിക്കാനോ വന്നതല്ല. ഞാനേ എന്റെ പെങ്ങളെ കാണാൻ വന്നതാ. ശ്യാമളെ വിളിക്ക്, എനിക്ക് അവളോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. മാഡം വന്നല്ലോ. എന്താ ഏട്ടാ? നീ ഭർത്താവിനെ മോനെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ഇവളുമാരുടെ കൂടെ പൊറുക്കാൻ തുടങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞു. എനിക്ക് വേണ്ടാത്ത എന്റെ മക്കളെ നീ എന്തിനാ സംരക്ഷിക്കുന്നത്? നീ എന്തിനാ ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നേ? എനിക്ക് പിറക്കാതെ പോയ എന്റെ സ്വന്തം മക്കളാ ഇവര്. ഇവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴേ ഇവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതിനെ ആരും തടയാൻ നോക്കണ്ട. എന്നാലേ ഇനി മുതൽ ഇവരുടെ കാര്യങ്ങളിൽ നീ ഇടപെടണ്ട. അതൊക്കെ നോക്കാനേ ഇവരുടെ അച്ഛനായ ഞാനും അമ്മയായ കലാവതിയുണ്ട്. കലാവതി എന്നു മുതൽ ഇവർക്ക് അമ്മയായി തുടങ്ങിയത്? 7 ജന്മം തപസ്സിരുന്നാലും കലാവതി രേണുകയ്ക്ക് തുല്യമാവില്ല ചന്ദ്രേട്ടാ. അമൃതമോളുടെ കല്യാണം മുടക്കിയതും അവളുടെ അനിയത്തിമാരെ ഇവളിൽ നിന്ന് അകറ്റാൻ നോക്കിയതും ഏട്ടൻ ഈ പറഞ്ഞ കലാവതി തമ്പുരാട്ടി തന്നെയാ. ആ സൈസ് സാധനങ്ങൾ ഇവിടെ എടുക്കത്തില്ല. എന്നെ എന്റെ മക്കളെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്നോടി. ഇറങ്ങണം നീ ഇവിടുന്ന്. ഇറങ്ങണി ഇവിടുന്ന്. ഇപ്പൊ ഇറങ്ങണം. സാമ്പാറിന് തുണ്ടം വെട്ടുന്ന കത്തിയായത്. അലമ്പ് കാണിച്ച അങ്ങോട്ട് വന്ന് കുത്തിക്കേറ്റും ഞാൻ പള്ളക്ക്.
ഏതാടി ഈ കുട്ടിത്തെ വാങ്ങ്? എന്നോട് കയർത്ത് സംസാരിക്കാനായോ ഇവളൊക്കെ? സിസിലി ചേച്ചി അകത്തു പോ. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. അത് ഞങ്ങൾ തന്നെ തീർത്തോളാം. പഞ്ചരത്നത്തിലെ വേലക്കാരികൾക്ക് പോലും നാക്ക് മുളച്ചു തുടങ്ങി. അതെങ്ങനെയാ? ശ്യാമളയുടെ അല്ലേ ഭരണം? മോന്തായം വളഞ്ഞാൽ 64 വളയുമെന്നാ ശാസ്ത്രം. ഇനിയും ഇവിടുന്ന് ചലച്ചാ നിന്റെ മോനെ ഞാൻ വളയ്ക്കും, മനസ്സിലായോടാ? ചേച്ചിയുടെ അകത്ത് പോകാനാ പറഞ്ഞത്. ഇനി നിങ്ങളോട് പ്രത്യേകിച്ച് പറയണോ അകത്ത് പോവാൻ? ഏട്ടൻ വെറുതെ കലാവതിയുടെ വാക്ക് കേട്ട് ഇവിടെ കിടന്ന് തുള്ളണ്ട. തൽക്കാലം ഞാൻ എന്തായാലും ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഏട്ടന് രക്തബന്ധവും മക്കളൊന്നും ഒരു വിചാരം ഇല്ലെങ്കിലും എനിക്ക് അങ്ങനെയല്ല. ദേ എന്റെ ചോരയാ ഈ കുട്ടികളുടെ ഒക്കെ ശരീരത്തിലൂടെ ഓടുന്നത്. അച്ഛന്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി അപ്പച്ചിയുടെ നാവിൽ നിന്ന് തന്നെ കേട്ടല്ലോ. ഇനി നിന്ന് താളം ചവിട്ടാതെ പൊക്കൂടെ? ഇതൊരു വീടല്ല, സ്ഥാപനം. ഇവിടെ എന്തെങ്കിലും ഒരു കച്ചവടം നടന്നാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ദയവ് ഇത് അച്ഛനൊന്ന് പോയി തരാമോ? കല്യാണം മുടങ്ങിയിട്ടും അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ദേ സ്വന്തം തന്തയോട് നീ കാട്ടുന്ന അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാ നിന്റെ കല്യാണം മുടങ്ങിയത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. പൂജിച്ച കെട്ടുതാലിയുടെ മുന്നിൽ നിന്നും കതിർമണ്ഡപത്തിൽ നിന്നും നിനക്ക് ഇറങ്ങേണ്ടി വന്നില്ലേ? ഇതിനേക്കാൾ വലിയൊരു ഗതികേട് ഒരു പെണ്ണിന് വേറെ എന്തുണ്ടാവാനാ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.